ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ വന്നത് ഇന്ത്യൻ ഓയിലിൻ്റെ ഈ പമ്പിലാണ്. വളരെ മാന്യമായിട്ടുള്ള ആൾക്കാർ. ഇന്നലെ രാത്രി അവിടുത്തെ മാനേജരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറിയത്. നമ്മുടെ ഈ 67 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹംപിയിലേക്ക്. ഇപ്പോൾ ഞാൻ കണ്ടതിൽ ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ് നമുക്ക് ഒരു മാന്യമായ ഇടപെടൽ കിട്ടുന്നത്. ചുരുക്കം ചില നമ്മുടെ BP-യുടെ പെട്രോൾ പമ്പിൽ കിട്ടുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇന്ത്യൻ ഓയിലുകാരാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നയാരായുടെ ഒരു പമ്പുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേന് പുതിയ പമ്പാണ്. മാന്യമായിട്ടൊക്കെ ഇടപെട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ സ്റ്റേ ചെയ്യാനാണ് വന്നത്. ആൾട്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തെ ആ കാണുന്നതാണ് പമ്പ്, നയാരായുടെ പമ്പ്. ആ പാലം ഇറങ്ങി വരുന്നിടത്ത് തന്നെയാണ്. പുതിയ പമ്പാണ്, സെറ്റപ്പാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നയാരായുടെ ഏത് പമ്പിൽ ചെന്നാലും അവർക്ക് നമ്മളെപ്പോലുള്ള സൈക്കിൾ യാത്രക്കാരെയോ ബൈക്ക് യാത്രക്കാർ ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. നയാരായുടെ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ കിടത്തിയല്ല. അവരൊക്കെ എന്തോ വലിയ സംഭവം. എന്നിട്ട് അവർ ഇന്ത്യൻ ഓയിലിനെയോ ഭാരത് പെട്രോളിയത്തെ ചൂണ്ടിക്കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ ചേട്ടാ അവിടെ ഇത് ഇന്ത്യൻ ഓയിലുണ്ട് അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം ഉണ്ടെന്ന്. അതെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ജിയോയുടെ പമ്പിൽ ആരും പോയി ചോദിക്കാറില്ലെന്നാണ് പറഞ്ഞത്. കാരണം അവർ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റുള്ള സംഭവങ്ങളായതുകൊണ്ട് അവർ കിടത്താനുള്ള ബുദ്ധിമുട്ടുകളാണെന്നാണ് പറഞ്ഞത്. അപ്പം ചിലത്തൊക്കെ സൈക്കിൾ യാത്രക്കാരോട് ടോയ്ലറ്റ് പോലും ഉപയോഗിക്കാൻ ഈ നയാരയുടെ പമ്പുകാരോ മറ്റു പമ്പുകാരോ ഒന്നും ശ്രമിക്കാറില്ല. ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയം മാത്രമേ ഉള്ളൂ അതിന് പോലും സഹായിക്കാറുള്ളൂ പറഞ്ഞത്. സൈക്കിളിൽ പോയ പലരും എന്നോട് സംസാരിച്ചതാണ്. ഏതായാലും എനിക്ക് കേരളത്തിൽ മാത്രമാണ് നയാരയുടെ ഒരു പമ്പിൽ കിടക്കാൻ പറ്റിയത്. അത് പമ്പിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ആതിരപ്പള്ളിയിൽ നിന്ന് ഞാൻ വരുന്ന വഴിക്ക് അവിടെ അടുത്തുള്ള പിള്ളേരെന്നെ പരിചയപ്പെടുകയും അവർ മുഖാന്തരം അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ മുഖാന്തരമാണ് എനിക്കവിടെ കിടക്കാൻ പറ്റിയത്. അല്ലാതെ ഇതുവരെ പല സ്ഥലത്തും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അനുഭവമായിരിക്കും, മറ്റുള്ളവർക്ക് മറ്റനുഭവങ്ങളായിരിക്കും. എന്നെ കണ്ടവർക്കും അങ്ങനത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ 1-2 പ്രാവശ്യം ചോദിച്ച് കിട്ടാഞ്ഞുകൊണ്ട് പിന്നീട് അവർ ചോദിക്കാനേ നിന്നിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയമാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഏതായാലും നമുക്കിവിടെ നല്ല സൗകര്യത്തിൽ കിടന്നുറങ്ങാൻ പറ്റി. ടെൻ്റ് അടിക്കേണ്ടി വന്നില്ല. ഇവരുടെ വരാന്തയിൽ തന്നെ, ഈ വണ്ടികളുടെ ഫ്രണ്ടിലുള്ള വരാന്തയിൽ തന്നെ ഞാൻ പാവിരിച്ച് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ കുഞ്ഞിയൊക്കെ റെഡിയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ്, ഇന്നലെ കുളിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്നലത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് കിടന്നത്, ബസ് സ്റ്റോപ്പിലാണ് കിടന്നത്. അത് കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പ് തപ്പിയപ്പോഴത്തേനും അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ചവിട്ടിപ്പിടിച്ചിങ്ങി പോരുവാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്നലെ ഏകദേശം 40 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി. ഉച്ച കഴിഞ്ഞ് ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത്. എന്നിട്ടുകൂടെ ഞാൻ ഏകദേശം 40 കിലോമീറ്റർ ഇന്നലെ ഫിനിഷ് ചെയ്തു. അപ്പോഴത്തെ കുഞ്ഞ് റെഡിയാണ്. തീറ്റ കൊടുത്തിട്ട് കഴിക്കുന്നില്ല. അതൊക്കെ അഹങ്കാരം ഇച്ച കൂടുതലായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ട റെഡി ആണോ? അതുകൊണ്ട് ഞാൻ തീറ്റ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിരിക്കുക. അവൾ വേണേൽ കഴിക്കട്ടെ. എടി പെണ്ണ, ഇതെല്ലാം വെജിറ്റേറിയൻ ഏരിയയാണ്. നീ ഉദ്ദേശിക്കുന്ന പോലെ സമയത്തും കാലത്തും ഒന്നും മുട്ടയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് തിന്നിട്ട് ഇരിക്കാൻ നോക്ക്. പിണങ്ങിയിരിക്കുന്ന കണ്ടോ? അത് കരച്ചിൽ, ഇടയ്ക്കൊരു കരച്ചിലുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഒരു കരച്ചിൽ? ഇല്ല. പിന്നെ ഇറക്കി നടത്താം. ഇച്ചിരി അങ്ങ് പോയിട്ട് ഇറക്കി നടത്താം കേട്ടോ. ഇച്ചിരി അങ്ങ് ചെന്നിട്ട് ഇറക്കി നടത്താവേ. ഇപ്പം അങ്ങനെ ഇരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ്.
ഏതായാലും ഇന്നലെ കിട്ടിയ പമ്പ് നല്ല പമ്പായിരുന്നു. അവിടുത്തെ പിള്ളേരും നല്ല പിള്ളേരായിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു. ഇനിയിപ്പം നമ്മൾ ഈ 67 നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. അറുപത്താറിൽ നിന്ന് നമ്മൾ 52 കയറി, 52 നിന്ന് 67 ഇപ്പോൾ കയറിയിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അമ്പലം കിട്ടും. ആ അമ്പലമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഉപ്പാലിയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഉപ്പാലി 60 കിലോമീറ്ററാണ്. അതുകൊണ്ട് നമ്മൾ ഏകദേശം 55 കിലോമീറ്റർ കഴിഞ്ഞു. ഫ്ലാറ്റ് റോഡായതുകൊണ്ടാണ് കേട്ടോ ചവിട്ടിപ്പോരാൻ പറ്റിയത്, അല്ലാതെ ഹൈറ്റ് റോഡല്ല. പക്ഷേ നമ്മൾ മിനിങ്ങാന്ന് 4-ാം നാളൊക്കെ അത്യാവശ്യം കയറ്റമുള്ള സ്ഥലങ്ങളായതുകൊണ്ട് എന്നിട്ടൂടെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചവിട്ടിയിട്ട് 55-60 കിലോമീറ്റർ വരെ നമുക്ക് ചവിട്ടാൻ പറ്റിയിരുന്നു. 3 ദിവസം അടുപ്പിച്ചുള്ള ചവിട്ടായിരുന്നു. കാരണം അവിടെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴയെ പേടിച്ച് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യാതെ നിന്ന് ചവിട്ടുമായിരുന്നു. എല്ലായിടത്തും മഴയാണ്. ഈ ഭാഗത്ത് മാത്രം മഴ കുറവുണ്ട്. നമ്മൾ വരുംതോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് എവിടെയോ ഒരു കാഴ്ച ബംഗ്ലാവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നോക്കണം. ഭാരത് മെഗാ സിറ്റി എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. അതായത് ഹൗസിംഗ് കോളനി ആണ്. നമുക്കിനി ഒരു 8 കിലോമീറ്ററാണ് പോകാനുള്ളത് രാവിലെ. 8 കിലോമീറ്ററിനിടയ്ക്ക് കുഞ്ഞിനെ ഒന്ന് ഇറക്കി ഒന്ന് റെഡിയാക്കണം. അതുപോലെ തന്നെ എനിക്ക് കാപ്പി കുടിക്കണം. എനിക്ക് തീറ്റ വെച്ചിട്ടുണ്ട്, അവൾ വേണമെങ്കിൽ തിന്നിട്ട്. അതിനിടയ്ക്ക് വല്ലതും മുട്ടയോ വല്ലതും കിട്ടുവാണെങ്കിൽ വാങ്ങി ചവക്ക് കൊടുക്കണം. രാവിലെ സൂര്യേട്ടൻ നമ്മളെ അപഹരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കണ്ണാടി വെച്ചേക്കാം. ആഹാ, കാറ്റാടിപ്പാടം, അടിപൊളി കാറ്റാടിപ്പാടങ്ങളാണ് കാണുന്നത്. കുറച്ച് ഉള്ളിലോട്ട് പോയാൽ കാറ്റാടിപ്പാടം കാണാം. പിന്നെ ഇവിടെ മുഴുവൻ കാറ്റാടിപ്പാടങ്ങളാണ് കേട്ടോ. അത് കാണിച്ചു തരാം. നിറയെ കാറ്റാടിപ്പാടം. വിൻമിൽ പവർ ഒന്ന് കാണാം. ഇതുണ്ടോ, ഫുള്ള് കാറ്റാടിപ്പാടങ്ങളാണ് ഇത് കാണുന്നത്. ഇവിടെ നിന്നുള്ള കറണ്ടാണ് ഈ പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങളും നടത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ സാഹചര്യങ്ങളുള്ളതാണ്. പക്ഷേ ഇതിനൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് കമ്പനി വന്നാൽ പോലും അവരെ സമ്മതിക്കാത്ത ഒരവസ്ഥയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലായിടത്തും കൃഷികൾക്ക് വേണ്ടി എല്ലാ പാടശേഖരമല്ല കേട്ടോ ഇത് സാധാരണ പറമ്പുകളാണ്. ഇതെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ മറ്റ് നമ്മൾ പുറപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തെങ്ങ് ധാരാളമുണ്ട് കേട്ടോ. തെങ്ങ് പുതിയതായിട്ട് ആൾക്കാർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കായൊക്കെ ഒരുമാതിരി ചെറിയ കൊട്ടരക്ക പോലത്തെ കായാണ്. എന്നാലും തെങ്ങ് ധാരാളം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നത് ആ തേങ്ങയായിരിക്കും അവർ ഈ അമ്പലത്തിൽ പൂജകൾക്ക് ഉപയോഗിക്കുന്നത്. തീരെ വലിപ്പം കുറവാണ് ആ തേങ്ങയ്ക്ക്. ഇത് കണ്ടോ, ഇവിടെ മുഴുവൻ കാറ്റാടിപ്പാടങ്ങളാണ്. എൻ്റെ ഫ്രണ്ടിലും എൻ്റെ ഈ സൈഡിലും എല്ലാം. ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ ഈ കാറ്റാടിപ്പാടങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയാണ്. നല്ല കാറ്റാണ് കേട്ടോ. രാത്രി നല്ല കാറ്റായിരുന്നു. നല്ല തണുത്ത് വിറച്ചാണ് കിടന്നത്. അതുകൊണ്ട് അവിടെ പഴയ രീതിയിലുള്ളൊരു പാലമൊക്കെ കാണാം അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക്. അതുകൊണ്ട് മിക്കയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര വലിയ വണ്ടികൾ ഇതിൽ കയറിപ്പോലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് കൃഷിഭൂമിയെല്ലാം ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ പാടങ്ങൾ പോലും തോന്നും. പാടങ്ങളല്ല, ഇത് നിലക്കടല, ചോളം, തെന ഇതൊക്കെ കൃഷി ചെയ്യാനുള്ള ഭൂമിയാണ്. ഇതുകൊണ്ട് ഇടയ്ക്കെല്ലാം ഓരോ മരങ്ങൾ നിൽക്കുന്ന കാണാം. അത് വേനൽക്കും മഴയത്തും എല്ലാം തളുക്കുന്ന ഒരു മരമാണ്.
അതിൻ്റെ ചുവട്ടിലാണ് ആളുകൾ പോയി ഈ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ വന്ന വഴിക്കൊക്കെ കണ്ട് നല്ല കാഴ്ചകളാണ് മൊത്തം. നമ്മുടെ ഇവിടെ ഉഴുതു മറിച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ പാടന്നേ വായി വരുന്നു. പാടമല്ല, ഇത് പറമ്പാണ്. ഈ പറമ്പിൽ മുഴുവൻ ആളുകളിങ്ങനെ ഗൾഫിൽ മരുഭൂമിയിലെ ടാങ്കർ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന പോലെയാണ്. വെള്ളത്തിന് വേണ്ടി ടാങ്കറുകളൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. മരുഭൂമിയിൽ ആട് വളർത്തുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിക്കാണ് ടാങ്കർ വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് ടാങ്കർ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇവിടെ ട്രാക്ടർ ഇത് പറമ്പെല്ലാം ഉഴുതു മറിക്കുന്നത് കാണാം. അപ്പോഴത്തേ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോണ വഴിയാണ്. അപ്പോഴത്തേ ഇവിടെ വന്ന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് കണ്ട ഒരു അടിപൊളി ഹോട്ടൽ, നല്ല ഓലയൊക്കെ മേഞ്ഞ നല്ലൊരു ഹോട്ടൽ. അവിടെ കയറി ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ച് കുഞ്ഞി ഇവിടെ നോക്കിയിരിപ്പുണ്ട്. അവൾക്ക് പറ്റുന്ന ഒരു സാധനവും ഇല്ല. അത് കഴിഞ്ഞതേ ഞാൻ നോക്കുമ്പോൾ ഇയാളാണ് ഇവിടുത്തെ വലിയ പുള്ളി, ഓണർ ഓഫ് ദി ഷോപ്പ്. പുള്ളിയാണ് നമുക്ക് ഫുഡൊക്കെ എടുത്ത് തന്നത്. നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി, നല്ല അടിപൊളി ചായ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ ചായയാണ്, ഇഞ്ചിയൊക്കെ ഇട്ട ചായയാണ്, അടിപൊളി ചായ. ഒരെണ്ണം അവിടെ കുടിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഇഞ്ചി ചായയും കൂടി കുടിച്ചിട്ടേ പോകത്തുള്ളൂ. അടിപൊളി. അവൻ്റെ പെരുമാറ്റം എല്ലാം, വരുന്നവരോടുള്ള പെരുമാറ്റം എല്ലാം അടിപൊളിയാണ്. അപ്പോഴത്തെ ഈ ഹൈവേയുടെ 67ൻ്റെ സൈഡിലാണ്. അപ്പുറത്തൊരു ദർഹയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ആ വ്യത്യസ്തമായ വേഷം, ആ ഗാന്ധി തൊപ്പിയും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യരെ കണ്ട് അവർ ബസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പാണിത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഗ്രാമമാണ്. നല്ലൊരു ഹൈവേ, നല്ലൊരു ആംബിയൻസിൽ അടിപൊളിയായിട്ടിരുന്ന് ഉണ്ടോ. ഈ വണ്ടി മാത്രം നിർത്തിയല്ല, ഇത് സൂപ്പർ ഫാസ്റ്റോ ലിമിറ്റഡ് സ്റ്റോപ്പോ ഏതാണ്ടാണ്. അപ്പോഴത്തെ ഇത് കണ്ടോ, ഇതാണ് ഈ ഗ്രാമം. ഇവിടെ പുറകിൽ പൂക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പൂവൻകോഴി നിൽക്കുന്നുണ്ടോ, നാടൻ പൂവൻ. ഇതുണ്ട്, ഇവിടെ പൂക്കൃഷിയുണ്ട്. ജമന്തിയാണ്, ജമന്തിപ്പൂവിൻ്റെ കൃഷിയാണ് മൊത്തം. ചെറിയ ചെറിയ കൃഷികൾ. ആ ചാച്ച ഉണ്ടോ, ഇവിടുത്തെ ഒരു ചാച്ചയാണ് കേട്ടോ. ചാച്ച ഇപ്പം പറമ്പിലോട്ട് പണിക്ക് പോയിട്ട് വന്നതാണ്. ചാച്ചയുടെ പറമ്പാന്ന് തോന്നിയത്. അതെ, ട്രാക്ടറൊക്കെ ഉണ്ട്. ഇവൻ്റെ ചാച്ചയാണ്. അപ്കാ ദാദായേ? അച്ഛാ, ഇവരുടെ വീടും കടയും എല്ലാം ഒരുമിച്ചാണ് കേട്ടോ. വീട്, കട, ഇവരുടെ ഇത് കണ്ടോ, കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ അവനോട് ചോദിച്ച് ഇങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ച് പൊക്കോളാൻ പറഞ്ഞ്. അതെ, അപ്പോൾ നമ്മളെ അകമ്പടി സേവിച്ച് നമ്മുടെ അങ്കവാലം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, തക്കാളി, ജമന്തിപ്പൂവാണ് കേട്ടോ. പല കളർ ജമന്തിയുണ്ട്, മഞ്ഞയുണ്ട്. ഇത് 2 കളറാണ്, ഡബിൾ കളറാണ് കേട്ടോ. ജമന്തിപ്പൂവാണ് മൊത്തം. അടിപൊളി കാഴ്ചകൾ. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇത് കാറ്റാടികൾ. അപ്പോൾ നമ്മൾ ഹംപിക്കുള്ള റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടതാണ് പാടത്ത് നിറയെ ജമന്തിപ്പൂക്കളുടെ കൃഷിയാണ്. ഇതുണ്ടോ, മുഴുവൻ ജമന്തിപ്പൂക്കളാണ്. അത് പൂത്ത് നിൽക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ പൂവായി മൊട്ടായതുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ പൂവാകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് പുതിയത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാം ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഇവർ ജലസേചനം കൊടുക്കുന്നത്. ഇത് ഒരു ഇതാണ്, കുഴൽക്കിണറാണ്. അതിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. ഈ പ്രദേശം മുഴുവനുണ്ട്, തേണ്ട അവിടെ എല്ലാം ഉണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് നിർത്തിയപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും പൂത്ത് നിൽക്കുന്ന ചെടികൾ കണ്ട്. അതുപോലെ തന്നെ പുറകിൽ ട്രാക്ടർ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. നിറയെ തെങ്ങുകളെല്ലാം ഉള്ള ഒരു പ്രദേശം. ധാരാളം തെങ്ങുകൾ പുതിയതായിട്ട് വെച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ഇതിൻ്റെ കാറ്റാടിയുടെ അടിയിൽ ഓരോ ട്രാൻസ്ഫോമർ വെച്ച് അങ്ങനെ കാറ്റാടിപ്പാടം വിശാലമായിട്ട് ഈ പ്രദേശത്തെല്ലാം ഉണ്ട്. ഈ 2 സൈഡും കാറ്റാടിപ്പാടമാണ് കാണാൻ പറ്റുന്നത്. ചോളക്കൃഷിയുണ്ട്, അവിടെയും ജമന്തിയും ഇതുകൊണ്ട് ഓസെല്ലാം എടുത്തു വെച്ചിരിക്കുന്നു. ചെയ്യാനുള്ള കാളകളെ കൊണ്ടുപോകുന്നു. പോത്തുണ്ട്,
അങ്ങനെ തികച്ചും ഗ്രാമീണമായ മേഖലയിലൂടെ ലക്കുണ്ടി എന്നുള്ള പ്രദേശമാണിത്. തുമ്മൽ പിടിച്ച്. അപ്പോൾ ലക്കുണ്ടി എന്ന പ്രദേശത്തൂടെയാണ് പോകുന്നത്. രാത്രി നല്ല കാറ്റായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റായിരുന്നു. അതുകൊണ്ട് തുമ്മൽ പിടിച്ചെന്നാണ് തോന്നുന്നത്. അതൊരു കോളേജാണ്, സ്വാസ്തിക കോളേജ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഈ ലക്കുണ്ടി എന്ന സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൃഷിഭൂമികളൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. പറമ്പാണ് കേട്ടോ, പാടമല്ല, പറമ്പാണിത്. അപ്പോൾ പറമ്പിൽ നിന്നും പൊക്കി ഹൈവേ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഈ കാഴ്ചകളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കർണാടകയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ നിലം പണ്ടത്തെ കാലത്തെ രീതിയിൽ തന്നെ മരം കൊണ്ടുള്ള ഇത് വെച്ചിട്ട് ഒരാളുടെ പ്രയത്നത്തിൽ തന്നെ നിലം ഉഴുന്നത് കാണുന്നത്. ഇവിടെ കൃഷി ചെയ്യാനുള്ള പുതിയ പദ്ധതികളാണ്. കാരണം മഴയായിരുന്നു, മഴ കഴിഞ്ഞപ്പോൾ അവർ കൃഷിക്കുള്ള പാടം ഒരുക്കുവാണ്. ഇതുണ്ട്, ഒരാൾ ചവിട്ടി പിടിച്ചുകൊണ്ട് കാളയെ കൊണ്ട് പൂട്ടുന്ന ഒരു രീതി. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ രീതിയാണ്. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ സൈക്കിൾ നിർത്തിയതാണ്. സൈക്കിൾ അങ്ങേ സൈഡിലാണ്, ഹൈവേയുടെ അങ്ങേ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. പറിച്ചു കഴിഞ്ഞ ചോളത്തിൻ്റെയും തെനയുടെയൊക്കെ കച്ചിയാണ് ഈ കിടക്കുന്നത്. ഇത് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. മഴക്കാലമാകുമ്പോൾ ഇവിടെ തീറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അതുപോലെ തന്നെ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓസുകളാണ്. ഇത് കണ്ടോ, ഹോളുകൾ ഇട്ടിട്ട് ഇത് ഓസുകൾ വെച്ചിരിക്കുകയാണ് ചുറ്റിക്കെട്ടി. അങ്ങനെ 10-15 വർഷം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെയെല്ലാം കൃഷിഭൂമിയാണ്. ഇത് തൊഴുത്താണ് കേട്ടോ, പശുത്തൊഴുത്താണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ചോളവും റാഗിയൊക്കെ ആണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൂക്കൾ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം മുഴുവൻ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ അനുവാദം ചോദിച്ചിട്ട് കയറിയതാണ്. ഇവരുടെ കൃഷിഭൂമിയിലെ ഷെഡാണിത്. ഇവർ താമസിക്കുന്ന ഈ ഫ്രണ്ട് സൈഡിലും ഒരു സൈഡിൽ പശുക്കൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ഭയ്യ मैं जा रहा है, ഓക്കെ ശുക്രിയ ജി. അപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇത് അവർ ഇവിടെ ട്രാക്ടറിൽ കൊണ്ടുവന്ന് വെള്ളം നിറച്ചിടുന്നതാണ്. ഇതുണ്ട്, ഇതൊക്കെ പശുക്കൾക്കൊക്കെ, കാളകൾക്കും പശുക്കൾക്കും ഒക്കെ ഉള്ള തീറ്റയായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കൃഷിഭൂമിയിലിട്ട് അതിനെ പരുവപ്പെടുത്തുന്നുമുണ്ട്. ഇതുണ്ടോ, ട്രാക്ടറുകളാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പ്രധാന ഒരു ഉപാധി. അതിൽ ട്രെയിലർ പിടിപ്പിച്ച് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. അപ്പം ഞാൻ വഴി ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു. ഇരിപ്പുണ്ട്, കാറുകളൊക്കെ ചീറിപ്പായുന്ന ഹൈവേയിലൂടെ നമ്മൾ ക്രോസ് ചെയ്യുവാണ്. ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. ഓക്കെ, അപ്പോൾ കുഞ്ഞി ഇങ്ങനെ ഇരിപ്പുണ്ട്, വിറച്ചിരിപ്പുണ്ട്. കിടന്നുറങ്ങിക്കോ കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാവേ.